ഒരു കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. ഓക്കെ. 600 ഗ്രാമിന് 1590 രൂപ. 5 പീസിന് 1299. ഓക്കെ. അപാര സംഭവം കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന പോലെ മാത്രമല്ല, നേരിട്ട് വന്ന് കാണുമ്പോഴതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ. കുളമ്പ് കാല് അയ്യോ അത് സൂപ്പൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലൊന്ന് കയറി. നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിൽ എന്താ പറയുന്നത്, നമുക്കെല്ലാം കഴിക്കാമല്ലേ? KFC കഴിക്കുന്നു. എന്താണ് പിസ്സ കഴിക്കുന്നോ? KFC കഴിക്കാം. ഓക്കെ മതി. നമ്മുടെ ദുബൈയിലെ കൂട്ട് തന്നെ ഇവിടെ എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കൻ ഈഗിൾസിൻ്റെ ഒക്കെ അതൊരു കാര്യം കാണിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ട്രൈപ്പോഡ് ഉണ്ടായിരുന്നു, വീഡിയോ ട്രൈപ്പോഡ്. പക്ഷെ അത് ആരൊടിച്ചു? ഞാനല്ല ഒടിച്ചത്, ഇവരൊടിച്ചു വെച്ചു. എന്തായാലും സംഭവം ഓടിച്ചു പറഞ്ഞു. ഇപ്പോൾ ഏറ്റവരാരുമില്ല. ഇവിടെ ഞാൻ ട്രൈപ്പോഡ് വാങ്ങിച്ചു, നമ്മുടെ ലുലു മാളിൽ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഓക്കെ, ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് 650 രൂപ. തീരെ മോശമല്ല, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈപ്പാണ്. കഴിഞ്ഞ എൻ്റെ ഇരുന്ന് എനിക്കൊന്ന് 2 വർഷത്തോളം ഉപയോഗിച്ചു. ഇത് കൊള്ളാം കേട്ടോ. പഴയതൊന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇങ്ങനെ മടക്കാൻ പറഞ്ഞാൽ ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടൈറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. മറ്റേത് ഓട്ടോമാറ്റിക്കാണ്, സ്പ്രിങ് ആയിരുന്നു. ഇത് നമ്മുടെ യഥേഷ്ടം നമുക്കത് ടൈറ്റ് ചെയ്ത് നിർത്തണം. പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇവിടെ ഇങ്ങനെ സെൽഫി ഓൾറെഡി നമുക്ക് ഇത് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ. പഴയതാണിങ്ങനെ മൂവ് ആയാലും കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. പിന്നുള്ളത് ഇവിടെ ഈ ഭാഗം കണ്ട ഇതിങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് വീഡിയോ എടുക്കാം. നല്ല സ്പ്രിങ് കുഴപ്പമില്ല കണ്ടോ. കുറച്ച് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ്. പഴയ ഒരു ട്രൈപ്പോഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടം ഭാഗമുണ്ട്, ഇതിങ്ങനെ ഇടിച്ച് നിൽക്കുമായിരുന്നു. ഇടിച്ച് നിന്നിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നല്ലൊരു പ്രസ് ചെയ്താലും ആ പ്രശ്നമില്ല. താഴെ ഏകദേശം ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൊബൈലിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് ആടുമായിരുന്നു. കുഴപ്പമില്ല. സംഭവം ആവശ്യം കഴിഞ്ഞ് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാം. പിന്നെ ഫുള്ളായിട്ട് അത് ഫോൾഡ് ചെയ്യണം. കുഴപ്പമില്ല. ഈസിയായിട്ട് നമ്മുടെ പോക്കറ്റിലെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ ബ്രാൻഡ്. ഇതിൻ്റെ വില കൊടുത്തേക്കുന്നത് 699 650 രൂപയായി. 650 രൂപയായിട്ടുള്ളൂ. ഇതാ നമ്മൾ ഒരുപാടൊന്നും ഓർഡർ ചെയ്തില്ല. എന്താ പറയുക, ഇതൊരു 4 പീസ് അല്ലേ, 4 പീസും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മയോണൈസും ഇത്രയേ ഉള്ളൂ. ഇത് മതി. വൈകിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാനുള്ളതായിരുന്നു. അങ്ങനെ കൂടുതൽ കറക്കമൊന്നും നടത്തിയില്ല. അപ്പം നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി നോക്കാം. ഒരു ശകലം ഫിഷ് വാങ്ങിക്കണം. നമുക്ക് സാൽമൺ ഫിഷ് ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഒരു ചെറുതല്ല. സാൽമൺ ഫിഷ് വാങ്ങണമെന്ന് പറഞ്ഞു. നോക്കട്ടെ ഉണ്ടോയെന്ന് അറിയാൻ വയ്യ, എന്തോ വിലയൊന്നും അറിയാൻ വയ്യ. നോക്കാം, നമുക്കൊരു ചെറിയ പീസ് വാങ്ങി ഒന്ന് പോയി നോക്കാം. ഫിഷ് ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം. അതെ, സാൽമൺ ഫിഷ് 3 ടൈപ്പ് കാണിച്ചേക്കുന്നുണ്ട്. അതായത് ഫുൾ ലെങ്ത് ഫസ്റ്റ് കാണുന്നത്, രണ്ടാമത് ഫില്ലറ്റ് ആ കാണുന്നത്, ഓക്കെ, മൂന്നാമത് റൗണ്ട് പീസ്. ഓ അങ്ങനെയാണ്. ഒന്ന് ഫുൾ പീസ് ആ റേറ്റ്, അല്ലെങ്കിൽ ഫുൾ പടി. ഇത് റൗണ്ട് പീസ്. രണ്ടാമത് ഫില്ലറ്റ്, കാരണം മുള്ളു മാറ്റിയിട്ട് ആ കാണുന്നത് ആ ലെവലിൽ ഫുള്ള് മാറ്റി ഒരു ½ kg എടുക്കാം. ഹാഫ് കെ ജി. സ്ലൈസ് ആണോ റൗണ്ട് പീസ് ആണോ? റൗണ്ട് പീസ് എടുക്കാം. റൗണ്ട് പീസ് ഇറക്കാം. അങ്ങനെ സാൽമൺ കിട്ടി. നാട്ടിൽ സാൽമൺ കിട്ടിയില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. അത് വേണ്ട. എന്തായാലും ഇവിടെ ലുലു മാർക്കറ്റുണ്ട് സാൽമൺ ഫിഷ്, അത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോൺസ് ഉണ്ട് വലുത്. അത് തന്നെ. ഇത് വേണം. ഇതച്ച് വലുത്, ഇത് ചെറുതാണ്. ഇല്ല
ചോദിക്കാമല്ലോ നമുക്ക്. ഇതൊരു അര കിലോ എടുത്ത് എത്ര പീസ് കാണും? എത്ര പീസ് കാണും ചേട്ടാ ഇതൊരു അര കിലോ എടുത്ത്? 4 പീസ് കാണും അല്ലേ? 5 പീസ്. ഒരു കാര്യം ചെയ്യാം, 5 പീസ് എടുക്കുക. വലുത് നോക്കി 5 എണ്ണം ഉണ്ട്. ഒരേ ടൈപ്പ് എടുക്കാൻ പറ്റുമോ ഏകദേശം? ഇത് ഒരുപാട് വലുതാണ് ഇത്. എന്തോ? ആ ഓക്കെ. എത്ര ഉണ്ട് ഇപ്പോൾ? 600 ഗ്രാം. ആ ഓക്കെ. അതെടുക്കാം. 4 അത് 5 പീസ്. 5 പീസ്. ഇപ്പോൾ 5 പീസിന് എത്ര പ്രൈസ്? 1299 അല്ലേ? 5 പീസിന് 1299. ഓക്കെ. ഒന്നും ചെയ്യണ്ട, അങ്ങനെ എടുത്താൽ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ അര കിലോയ്ക്ക് 1590 ഓക്കെ. 600 ഗ്രാം ഉണ്ട്. 500 അല്ല, സോറി, 600 ഗ്രാം. ചിരിയാണ് അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ എന്താ പറയുക, സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. 600 ഗ്രാമുണ്ട്. 600 ഗ്രാമിന് 1590 രൂപ. ഓക്കെ. ഒരു ചിന്തയുണ്ടായിരുന്നു, കേരളത്തിൽ സാൽമൺ ഫിഷ് കിട്ടില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ട്. ലുലുവിൽ അവിടെ നമ്മുടെ കൊച്ചിയിലും ഉണ്ട്, അവിടുത്തെ ലുലു മാർക്കറ്റിലും ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് സാൽമൺ ഫിഷ്. വലിയ എന്താ പറഞ്ഞേ, ചെമ്മീനും എല്ലാ ടൈപ്പ് ഓഫ് ഫിഷുകളൊക്കെ ഉണ്ട്. കരിമീൻ മുതൽ, അത് രസമില്ല, കരിമീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അവിടെ. മസാല പുരട്ടി കൊണ്ട് ചെന്ന് എണ്ണയിലോട്ട് ഇട്ടാൽ മതി. ആ പരുവത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ ഫിഷുകളുണ്ട്. അതായത് ചെമ്പല്ലി, റെഡ് ചെമ്പല്ലി, പിന്നെ ഇത് മാന്തൾ, കുറേ മീനുകളുണ്ട്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. താല്പര്യമുള്ള നേരെ ലുലു മാർക്കറ്റിലേക്ക് വന്നേരെ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് ലുലു മാർക്കറ്റ്. ഇത് കണ്ട്, ഇത് ചൂണ്ട മീനാണോ? ചൂണ്ടയുടെ ആ നേരെ കണ്ണെണ്ണ കിടപ്പുണ്ട്. അതെ, കണ്ട, നല്ല അറിയ, നല്ല ഫ്രഷ് ഐക്കുറ. ഈ ഇരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കണ്ടോ, സ്പൈസി ചിക്കൻ കബാബ് ഇതെല്ലാം, അതായത് മസാല പുരട്ടി കംപ്ലീറ്റ് വെച്ചിരിക്കും. ഞാൻ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി അടിച്ചാൽ മതി. ഞാൻ കൂടുതലായിട്ട് മസാല പുരട്ടാനൊന്നും പോകണ്ട, എല്ലാം റെഡിയാണ്. പല ടൈപ്പ് റെഡ് ചില്ലിക്കുള്ളത്, ഗ്രീൻ പെപ്പറിന് എല്ലാ ടൈപ്പും ഇങ്ങനെ മസാല ഇരിക്കുക. എന്നിട്ട് തന്നെ അപ്പോഴേ കൊണ്ടുപോവുക, എണ്ണ ചൂടാക്കുക, വറക്കുക. ചിക്കൻ തന്നെ പല പീസുകളായിട്ട്, പിന്നെ ബ്രസ്റ്റ് പീസ് പ്രത്യേകം, ലെഗ് പ്രത്യേകം, അതുപോലെ തന്നെ വിങ്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ കുളമ്പ് കാല്, അയ്യോ അത് സൂപ്പൊക്കെ ഉപയോഗിക്കും. ആ ശരി, സൂപ്പർ സാധനം അത് കഴിക്കുന്നത്. എല്ലാ സാധനവും ഓസ്ട്രേലിയൻ മട്ടന്, അതാ ഞാൻ എല്ലാത്തിൻ്റെ എല്ലാ സാധനങ്ങളും പാർട്സ് ആയിട്ട് കിട്ടും. ഏതാ? അതെ, മട്ടൻ്റെ നാക്ക് വാങ്ങി, അതുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും പാർട്സായിട്ടുണ്ട്. ഈ ഒരു മീൻ അല്ലെങ്കിൽ സാൽമൺ ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ കൊണ്ടുപോകും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വന്നൊരു 100-110 കിലോമീറ്ററോളം പോകണം. അപ്പോൾ 110 കിലോമീറ്റർ വരെ പോകുന്നിടത്ത് എന്തായാലും ഐസും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഈ മീൻ മോശമായി പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇവിടെ നമ്മൾ സാധനം വാങ്ങിക്കുക, നേരെ ഇവിടെ കസ്റ്റമർ കെയറിൽ വരിക. കസ്റ്റമർ കെയർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ബില്ലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഐസ് ഇട്ട് പാക്ക് ചെയ്ത് കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതൊരു കാണിച്ചു തരാം കൊണ്ടുവന്നതിന് ശേഷം. നമ്മൾ സാധനം വന്നിട്ടുണ്ട്, വേണ്ട നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അടിപൊളിയാക്കണം കേട്ടോ. സംഭവം ഉറപ്പാന്നേ. ഇത് തിരുവല്ല വരെ പോകണം, ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക്സ്. അങ്ങനെ 2 അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചു. ഇതാണ് ആഴിമല. എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ. തിരുവനന്തപുരം ജില്ലയിൽ ആഴിമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വലിയൊരു ശിവൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു ഏരിയയാണ് ആഴിമല. അതിനോടൊപ്പം തന്നെ ബാക്ക് സൈഡിൽ നല്ല അതിവിശാലമായ
ബീച്ചും ഒക്കെയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മത്സ്യബന്ധനമൊക്കെ കാണാം. മീൻ പിടിച്ചിട്ട് ബോട്ടുകളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ പുറകിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഇതാണ് ആഴിമല, തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല. ഈ പുറകോട്ടുള്ള ആ ഒരു സ്റ്റാച്യു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രോണും കാര്യങ്ങളുമായിട്ടൊക്കെ വന്നതാണ്, പക്ഷേ ഡ്രോൺ വീഡിയോ എടുക്കാൻ ഇവിടെ അലൗഡ് അല്ല. മറ്റൊന്നുമല്ല, ഇതിന് തൊട്ട് പുറകിലോട്ട് മാറിയിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ ഇപ്പം ആവിഷ്കരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ആൾക്കാരായാലും ഓർക്കുക, ഈ ഏരിയയിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ, ഈ ഒരു ബീച്ച് ഉൾപ്പെടെ ഈ ഒരു ഏരിയയിൽ ഡ്രോൺ അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു. അവരാണ് പറഞ്ഞത് 1 മാസത്തിന് മുമ്പായിരുന്നു എങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്താലും നടക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഈ മൊബൈൽ എടുക്കാൻ പറ്റുന്നതായ കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ വന്ന് കാണാനുള്ളതാണ് കേട്ടോ. പക്ഷേ എനിക്കൊന്ന് 1% ആൾക്കാരെല്ലാവരും വന്ന് കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇവിടുത്തെ എൻട്രി ഫീസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു. അവിടെ കയറി വരുന്നിടത്ത് ആ ഭാഗത്ത് എൻട്രി ഫീസ് കൊടുക്കണം. 20 രൂപയാണ് ഒരാൾക്ക്. തൊട്ടടുത്തൊരു ചേർന്നതിന് ശിവക്ഷേത്രവും ഉണ്ട്. ക്ഷേത്രം ഇപ്പോൾ ഓപ്പൺ അല്ല. ഇപ്പോൾ സമയത്തായി. അതെ, ഇതാണ് എൻട്രി ഫീസ്. വെറും 20 രൂപ ഒരാൾക്ക്. ഞാൻ കണ്ടുവരാനായിട്ട് 40 രൂപ. അപ്പം നിങ്ങളുടെ കാഴ്ചകളാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോൺ വിഷ്വൽ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു വലിയ സംഭവമായിരുന്നേനെ. പക്ഷെ നമ്മുടെ നാടിൻ്റെ നിയമങ്ങളുമൊക്കെ നമ്മൾ പാലിക്കണമല്ലോ. നമ്മുടെ നാടിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് കൊണ്ട് എന്താ പറയുന്നത്, നമ്മളതിനോട് യോജിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവർക്കും നമുക്ക് ആ ഒരു വിഷ്വലൊക്കെ പകർത്താൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരുപാട് പേര് അതിൻ്റെ ഡ്രോൺ വിഷ്വൽ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് വലിയൊരു സംഭവം കേട്ടോ. ഇതിൻ്റെ ഒരു വർക്ക് അപാര സംഭവം കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന പോലെ മാത്രമല്ല, നേരിട്ട് വന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ. ആ ചിത്രകാരനുണ്ടല്ലോ, ചിത്രകാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് കൂടെ ഞാനിവിടെ താഴെ അടിയാം. പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അറിയാവുന്നതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബാക്കി ഇതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാം. ക്ഷേത്രമുണ്ട്, ഇത് കണ്ടോ. ഇവിടെ ക്ഷേത്രം, അതിനോടൊപ്പം തന്നെ തൊട്ട് പുറകിൽ ബീച്ച് അതുപോലെ തന്നെ ഇതേ അവിടോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഭാഗമായി പ്രവേശം കാണിക്കുന്നത്. അപ്പം അതിൻ്റേതായ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഡ്രോൺ വിഷ്വൽ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇരുന്നിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടോ, ഇത് കണ്ടോ. കയറി വരുമ്പോൾ തന്നെ ഈ വല സൈഡിൽ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ ഇതേ ഇവിടെ നിന്നുള്ള കാഴ്ചയുണ്ട്. ഇവിടെ നിന്ന് നോക്കി കുറേ ആൾക്കാർ ഇവിടെ, എനിക്കൊന്നും നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് നല്ല ചൂടുണ്ട്. എന്നിട്ട് തന്നെ ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ മാസം വരെ വർക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണമാണ്. ഇത് തൊട്ട് താഴെ ബീച്ചിലോട്ട് ഇപ്പോൾ ഇറങ്ങണോ, ഭയങ്കര വെയിലായിരിക്കും അല്ലേ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ താഴോട്ട് ഇറങ്ങുന്നില്ല. ബീച്ച് കണ്ടോ, അതിമനോഹരമാണ് കണ്ടോ, അടിപൊളിയാണ്. തോന്നുന്നു അവിടെ മീൻ എന്തോ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു കണ്ടോ. അവിടെ ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫിഷ് ബോട്ടുകൾ ഇതോ അവിടെ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ നല്ല ചൂടുണ്ടായിട്ട് തന്നെ താഴെ കണ്ട ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു സ്റ്റാച്യുവിനോടൊപ്പം തന്നെ ഈ അമ്പലവും നന്നായിട്ട് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ഈ മുകളിൽ പാലാഴി മഥനമൊക്കെ കാണാം കണ്ടോ.
ഇതിൻ്റെ എൻട്രി ഫീസ് 20 രൂപയാണ് കേട്ടോ. അതുപോലെ ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ വലിയൊരു ആല് നിൽപ്പുണ്ട്. ആലാന്നോടെ ഇത്? അല്ലല്ല, ഇത് വേറെ ഒന്നും മരമല്ലേ. അവിടെ ഒരുപാട് ഈ തൊട്ടിലുകളുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന തൊട്ടിലിൻ്റെ ചെറിയൊരു മാതൃക. ഇതൊക്കെ ഒരു ക്ഷേത്ര ആചാരത്തിൻ്റെ ഭാഗമാണ്. കണ്ടോ, ഓരോരുത്തർക്കും നേർച്ചയായിട്ട് കൊണ്ട് ഇട്ടിരിക്കുന്നതാണ്. എവിടെ? ഇതിനെ ചുറ്റി ഇതാണ്ട് വലിയൊരു പന നിൽക്കുന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ക്ഷേത്രമുണ്ട്. 3 ക്ഷേത്രമായിട്ടാണ്. ആദ്യം ഗണപതി, അതിനുശേഷം ശിവന്, അതിനുശേഷം പാർവതി. അങ്ങനെ 3 ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. എന്നാലും ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. കിടക്കുന്നത് ഒരുപാട് പഴുത്തിട്ടുണ്ടല്ലോ, താഴെ കാലത്ത് വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭയങ്കര. പിന്നെ കാല് പൊള്ളാതിരിക്കാനേ ഈ കയറ് കണക്കുള്ള കയറിൻ്റെ മാറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസം.